ഹലോ എവരിവൺ. 8 അമിതമായിട്ടുള്ള ചിന്തകളാണ് നമ്മളെ നശിപ്പിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ് ചിന്തയെന്നും എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ അയാളുടെ ചിന്തകൾക്ക് വലിയൊരു പങ്കാണുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് അത്യാവശ്യമാണ്. അത് പോസിറ്റീവുമാണ്. എന്നാൽ നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇല്ലാതെ അയാളെക്കുറിച്ച് തന്നെ അധിക നേരം ചിന്തിക്കുന്നത്, അത് നമ്മുടെ കുട്ടികളെ കുറിച്ചാവാം, അല്ലെങ്കിൽ പാർട്ട്ണറിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ലവറിനെ കുറിച്ചാവാം, അങ്ങനെയുള്ള അമിതമായിട്ടുള്ള ചിന്തകൾ. എന്നാൽ ഈ വ്യക്തിയോ ആ വ്യക്തിയായിട്ടുള്ള തിരക്കിലായിരിക്കും. ഇങ്ങനെയുള്ള ഓവറായിട്ടുള്ള ചിന്തയാണ് നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് നെഗറ്റീവ് ആണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ദോഷം ചെയ്യും. എന്നാൽ ആവശ്യത്തിനുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അത് ഏറെ ഗുണകരവുമാണ്. നിങ്ങൾ കുട്ടിയെ വാത്സല്യം, സ്നേഹം ഇതൊക്കെ കൂടിപ്പോയാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയി, നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. ഇനി കുട്ടി എന്നല്ല, നിങ്ങളുടെ പാർട്ട്ണറാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താണോ, ആര് തന്നെ ആയാലും നിരന്തരം അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുമ്പോൾ പേഴ്സണൽ ലൈഫായിരിക്കും തകിടം മറിയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യാൻ പറ്റത്തില്ല. മറവി അവിടെ ബാധിക്കും. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ ഒഴിവാക്കണം. നമ്പർ 2 എന്ന് പറയുന്നത് പ്രണയമാണ്. നിങ്ങൾ ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടാൽ ഡോപ്പമിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ഡോപ്പമിൻ കൂടുമ്പോൾ, ആ ഒരു സന്തോഷം കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷെ മറ്റേ ആളാണെങ്കിലോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അയാളുടെ ലോകത്തിൽ തിരക്കിലായിരിക്കും. അപ്പോൾ ഈ ഓവറായിട്ട് ചിന്തിക്കുന്ന ആള് ചിന്തിച്ചു കൂട്ടും, ഞാൻ ഒരു തരത്തിൽ എനിക്ക് മാത്രമേ ഇയാളോട് സ്നേഹമുള്ളൂ, അപ്പുറത്തിന് സ്നേഹമല്ല, ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തി പൂ എന്നുള്ള തരത്തിലേക്കുള്ള ചിന്തകൾ വഴിമാറുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. ഇങ്ങനെ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നെഗറ്റീവ് ചിന്ത കൂടി വരുന്നത് വലിയ തരത്തിൽ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഭാവിയിൽ എന്താവും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ സർവനാശത്തിലായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ പറ്റിച്ചവരെ പറ്റി ഇങ്ങനെ അമിതമായി ചിന്തിച്ച് നമ്മുടെ ടൈമും നമ്മുടെ ഇതും നഷ്ടപ്പെടുത്തുന്നതെന്നാണ്. ഇതും നമ്മുടെ നാശത്തിന് കാരണമാവുന്ന ഒന്നാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വിധിയെക്കുറിച്ചുള്ളതാണ്. ഞാൻ കറുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഇങ്ങനെ ഓവറായിട്ടുള്ള ചിന്തകൾ. ഇങ്ങനെ ചിന്തിച്ച് ഈ വ്യക്തി ശരിക്കും സൂയിസൈഡിലേക്ക് തന്നെ പോകുന്ന ടെൻഡൻസിയാണ് പൊതുവെ കണ്ടുവരുന്നത്. ഈ നമ്മുടെ വിധി, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് നമുക്കൊന്നും പറ്റാത്തത്, അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ ഇത് നമ്മുടെ നാശത്തിലായിരിക്കും. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതുപോലെ ജീവിക്കും എന്നുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. ആറാമത്തെ ചിന്ത എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, നമ്മളൊന്നും ചെയ്യാതെ എല്ലാം ദൈവം ചെയ്തോളും, അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യശക്തി ചെയ്തോളും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് അങ്ങനെയുള്ള ഒരു അമിത ചിന്ത, അല്ലെങ്കിൽ എനിക്കാരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതാണ് ഇതാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ചിന്തകൾ നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഒരു കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കില്ലേ കുറച്ചുകൂടി ബെറ്റർ. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് പക, ദേഷ്യം, ഒരു നാർസിസ്റ്റുകളെ പോലെ പെരുമാറുക. നമ്മളെ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുക, എന്നാൽ തിരിച്ച് അയാൾക്കിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് മാത്രം ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നത്, അത് നമ്മൾ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ നാശത്തിന് കാരണവും എന്നാണ്. പകരം നമ്മളോട് നമ്മൾ ഉപദ്രവിച്ചവരോട് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ അവരെ പോലെ നമ്മളുമായാൽ നമ്മളും അവരും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? അപ്പോൾ നമ്മൾ അത് മറന്നുകൊണ്ട് അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും പെരുമാറാനും പഠിച്ചാൽ തന്നെ കുറെ അധികം പ്രശ്നങ്ങൾ സോൾവ് ആവും.
അത് തന്നെ ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കണം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് മാത്രം നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരാളോട് പകയും ദേഷ്യവും വാശിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ രഹസ്യം മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ചിന്തയാണ്. ഞാൻ ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, അതിനെക്കുറിച്ച് മറ്റുള്ളവർ അറിയുമോ, അവരെന്ത് വിചാരിക്കും ഇങ്ങനെ അറിയുമ്പോൾ, ഇങ്ങനെയുള്ള ഓവറായിട്ടുള്ള ചിന്തകൾ. ഇനി അല്ലെങ്കിൽ എൻ്റെ ഒരു രഹസ്യം എൻ്റെ ഒരു ഫ്രണ്ടിന് അറിയാം, അപ്പോൾ അവരത് വച്ചിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ, ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കപ്പെടും. ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ സെൽഫ് കെയർ ചെയ്യുക എന്നാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ്ങും ചിട്ടയും ഉണ്ടാവുക. ഇനി അമിത ചിന്ത കൂടുതലാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടോ ഒരു സൈക്കോ തെറാപ്പിയോ ഒക്കെ എടുത്ത് മാറ്റാവുന്നതാണ് ഇതൊക്കെ.